ഇടുക്കിയിൽ നിന്നാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. അവിടെ ഒരു ആന ചക്കക്കൊമ്പൻ വീണ്ടും ഭീഷണി ഉയർത്തുന്നു എന്നതാണ് കേൾക്കുന്നത്. അരിക്കൊമ്പൻ്റെ ഭീഷണി മാറിയിരുന്നു, പിന്നീട് ചക്കക്കൊമ്പനും ഒക്കെ കുറച്ചു കാലം കൂടി ഇങ്ങനെ മേഖലയിൽ വിരാജിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത്. പന്നിയാർ കോരംപാറ എസ്റ്റേറ്റ് ലയത്തിന്റെ സമീപത്താണ് പുലർച്ചെ കാട്ടാന എത്തിയത്. വിവരങ്ങളുമായി ജോസിലാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഇടുക്കിയിൽ നിന്ന്. ജോസിൽ, ഈ ചക്കക്കൊമ്പൻ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ആനയെ തുരത്താൻ കഴിഞ്ഞോ? മനു, പന്നിയാർ കോരമ്പാറ എസ്റ്റേറ്റ് ലയത്തിന് സമീപമാണ് ഇന്ന് പുലർച്ചെ ഈ കാട്ടാന എത്തിയത്. ഈ ലയത്തിന് സമീപമുള്ള പ്ലാവിൽ നിന്ന് ആന ചക്ക പറിച്ചു തിന്നാൻ വേണ്ടിയാണ് എത്തിയത്. ഈ ചക്കക്കൊമ്പൻ എന്ന പേര് ഈ ആനയ്ക്ക് വീഴാനുള്ള ഒരു പ്രധാന കാരണം ഈ ചക്ക വ്യാപകമായി പറിച്ചു തിന്നുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ ചക്ക തിന്നുന്ന തരത്തിലുള്ള ഒരു വിഷ്വൽ ദൃശ്യങ്ങൾ അങ്ങനെ വ്യാപകമായി നമുക്കടക്കം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ ഒരു കാഴ്ച ഇപ്പോൾ ചക്ക പറിച്ചു തിന്നുന്നതിന് വേണ്ടിയാണ് ഈ ചക്കക്കൊമ്പൻ അവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഈ ചക്കക്കൊമ്പനും മുറിവാലൻ കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടി മുറിവാലൻ കൊമ്പൻ ചെരിയുന്ന ഒരവസ്ഥയുണ്ടായത്. ഈ മേഖലയിൽ നിരവധി ചിന്നക്കനാൽ പന്നിയാർ മേഖലയിലെല്ലാം നിരവധി കാട്ടാനകളാണ് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിൽ അവിടെ വിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിരന്തരം ശല്യമുണ്ടാക്കിയിരുന്ന ഒരു ആനയാണ് മുറിവാലൻ കൊമ്പൻ. ആ മുറിവാലൻ കൊമ്പനും ചക്കക്കൊമ്പനും തമ്മിലുണ്ടായ ആക്രമണത്തിൽ മുറിവാലൻ കൊമ്പൻ ചരിയുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തി. ഏതായാലും ചക്കക്കൊമ്പൻ മതപ്പാടിലായിരുന്നു എന്നാണ് ഈ വനം വകുപ്പ് വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും ഈ ചക്കക്കൊമ്പൻ ഇപ്പോൾ ഈ ജനവാസ മേഖലയിൽ എത്തിയത് RRT സംഘം അവിടെ സ്ഥലത്തെത്തി ഈ ആനയെ തുരത്തുന്ന കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പന്നിയാറിൽ റേഷൻ കടയും അതുപോലെ തന്നെ ജനവാസ മേഖലയിലും എല്ലാം എത്തി ഈ ചക്കക്കൊമ്പൻ ആക്രമണം നടത്തിയിരുന്നു. ഈ അരിക്കൊമ്പനെ അവിടുന്ന് മാറ്റുകയും മുറിവാലൻ കൊമ്പൻ ചെരിയുകയും ചെയ്തതോടുകൂടി പ്രതാപശാലിയായി മാറി അവിടെ ചക്കക്കൊമ്പൻ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഏതായാലും ജനവാസ മേഖലയിൽ സ്ഥിരമായി ഈ ആന ശല്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ആനയെയും ഇവിടുന്ന് മാറ്റണം എന്നുള്ള രീതിയിലേക്കുള്ള മുറവിളിയൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഏതായാലും ഈ ആനയെ RRT സംഘം എത്തി അവിടുന്ന് തുരത്തിയിട്ടുണ്ട്. മനു, ശരി, ഓക്കെ. ഏതായാലും ഇപ്പോൾ നിലവിൽ ആനയെ അവിടുന്ന് തുരത്തിയിരിക്കുന്നു എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ചക്കയൊക്കെ പറിച്ചു നിന്നുകൊണ്ടാണ് ചക്കക്കൊമ്പൻ പോയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും നേരത്തെ മുറിവാലൻ കൊമ്പനുമായൊരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ചക്കക്കൊമ്പനും മുറിവാലൻ കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടി. ഒരാളുടെ അതിർത്തി ലംഘിച്ച് കയറി വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു രണ്ടുപേരും തമ്മിൽ അടിയായത്. ചക്കക്കൊമ്പൻ പിന്നീട് മുറിവാലൻ കൊമ്പൻ ചെറിയുന്ന ഒരു സാഹചര്യമാണ് നമുക്കന്ന് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും ചക്കക്കൊമ്പൻ നാട്ടിലിറങ്ങിയിരിക്കുകയാണ്, പ്രശ്നമുണ്ടാക്കുകയാണ്. ഏതായാലും ഈ RRT സംഘം, പ്രത്യേക ദൗത്യ സംഘം അവിടെയുണ്ട്. അവർ അതിനെ തുരത്തി മറ്റ് സുരക്ഷിതമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മലയോര മേഖലകൾ പലയിടങ്ങളിലും ഇത്തരത്തിൽ വന്യജീവി പ്രശ്നത്തിൽ വലയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരുപാട് വന്യജീവികൾ കാടിറങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ പഠനങ്ങൾ തന്നെ വേണ്ടിവരും എന്ന് തോന്നുന്നു. കാരണം എല്ലായിടത്തും നമ്മൾ ഇത്രയും കാലം കേൾക്കാതിരുന്ന തരത്തിലാണ് വന്യജീവി ശല്യം നാട്ടിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്.